എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരാണ്, എന്റെ തുടക്കകാലത്തുള്ള ഫ്രണ്ട്സ് ആരൊക്കെയാണെന്ന് ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണെ. ഒരു തരത്തിലുള്ള പ്രിപ്പറേഷനും ഇല്ല, നോട്ട്സ് എഴുതിയിട്ടില്ല, ഒരു പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷെ പെട്ടെന്നൊരു ഓർമ്മ ഞാനൊന്ന് പങ്കുവയ്ക്കുന്നതിൽ ഏതെങ്കിലും എന്റെ അടുത്ത കൂട്ടുകാരെ വിട്ടുപോയാലും ക്ഷമിക്കണം കേട്ടോ. വിട്ടുപോകത്തില്ല എന്ന് കരുതുന്നു. ഓക്കെ, ഞാൻ ആദ്യമായി നഴ്സറിയില് ഓർമ്മ കാണില്ലല്ലോ കൂട്ടുകാരെ. എനിക്കിങ്ങനെ പ്രത്യേകിച്ച് ഓർമ്മ വരാനായിട്ട് നഴ്സറി പഠിച്ചിരുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുള്ളത് ശ്രീജിത്ത് അല്ലെങ്കിൽ കുട്ടമ്പിള്ള എന്നാണ് പേര്. അങ്ങനെ ഒരു സുഹൃത്ത് എനിക്കുണ്ട്. അവൻ ആശാരിപ്പണിക്കാരനാണ്. അവനിപ്പോ ഇന്നും എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. നമ്മൾ കൂടുതൽ കാണാൻ കഴിയുന്നില്ല, സംസാരിക്കുന്നില്ല. പുള്ളിക്കാരൻ മടത്തിക്കോണം എന്ന സ്ഥലത്ത്, മൊട്ടമ്മൂല എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഇപ്പൊ എന്തായി കല്യാണം കഴിഞ്ഞു എന്നൊക്കെ എനിക്ക് അറിയത്തില്ല. അങ്ങനെ ശ്രീജിത്ത് കുട്ടമ്പിള്ള. പിന്നെ 1ാം ക്ലാസ് 2ാം ക്ലാസ് ഒക്കെ ആയപ്പോഴാണ് അടുത്ത് ചായക്കുളത്തുള്ള അജുലാൽ എന്ന കൂട്ടുകാരനെ പരിചയപ്പെടുകയാണ്. അജുലാൽ എന്ന കൂട്ടുകാരൻ ചായക്കുളംകാരനാണ്. ഒരു പ്രത്യേക അനുഭവം. ഒരിക്കല് ഞാനും കൂട്ടുകാരനും കൂടി ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണേ. വീട്ടിൽ വന്ന സമയത്ത് എനിക്ക് വെള്ളദാഹം ഒത്തിരിയായേ. അപ്പോൾ എനിക്ക് വെള്ളം ഭയങ്കര ദാഹം. എന്നാൽ വീട്ടിൽ ആളില്ല, വീട് ഗേറ്റ് പൂട്ടിയിരിക്കുകയാണ്. ഞാനും എന്റെ കൂട്ടുകാരും പുറത്തു നിന്നു. അപ്പൊ എന്റെ വിഷമം കണ്ടിട്ട് കൂട്ടുകാരൻ എന്താണ് ചെയ്യുന്നറിയാമോ, പോയി ഒരു തെങ്ങിന്റെ കുഴിയിൽ, തെങ്ങ് ഇല്ല അല്ലാതെ കിടക്കുന്ന കുഴിയിൽ വെള്ളം കെട്ടി നിൽക്കുകയായിരുന്നു, മഴ പെയ്ത തന്നെ. അതിൽ നിന്ന് ഇങ്ങനെ കോരി എന്നെ കൊണ്ട് കുടിപ്പിച്ചു കേട്ടോ. അവനും കുടിച്ചു, ഞാൻ കുടിച്ചു. ഇപ്പോഴല്ലേ അറിയാവൂ അത് കുടിക്കാൻ പാടില്ലായിരുന്നെന്ന്, പക്ഷെ കുടിച്ചു. അങ്ങനെ സംഭവം ഉണ്ടായി. പിന്നെ അപ്പൊ അങ്ങനെ അജുലാല്. പിന്നെ എന്റെ ബാല്യകാലം മുതൽ തന്നെ എനിക്ക് കൂട്ടുകാർ ഒത്തിരി ഉണ്ട്. അതിൽ പ്രധാനമായും ആനന്ദ് മനേഷ് എന്റെ അളിയനാണ്, പപ്പയുടെ സഹോദരന്റെ മോനാണ്. പക്ഷെ അതൊരു കൂട്ടുകാരനെ പോലെയാണ്. ഞങ്ങൾ അങ്ങനെ കൂട്ടുകാരായിട്ട് ഒരുമിച്ച് എല്ലാ മേഖലകളിലും അറിഞ്ഞും കണ്ടും വളർന്നു വരുന്നൊരു സാഹചര്യമാണ്. പിന്നെ പ്രേംരാജ്, അയ്യോ പറയണ്ടല്ലോ, തുടക്കം മുതലേ ഇന്നും സുഹൃത്തുക്കളാണ്. ബിജു ചായക്കുളം എന്റെ സുഹൃത്താണ്. അനീഷ്, ഈ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ടിപ്പറൊക്കെ ഉള്ള അനീഷ് എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. പിന്നെ സുമേഷ്, ചാരുപാറ സുമേഷ് എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞങ്ങളൊക്കെ ഈ പഠനങ്ങളിലൂടെ ഇങ്ങനെ പരിചയപ്പെട്ടു വന്നതാണ്. പിന്നെ ലിവിൻദാസ്, സന്തോഷ് കല്ലാമം, പ്രവീണ്. ഓർത്തെടുക്കുമ്പോ പെട്ടെന്ന് ഇപ്പൊ അടുത്തിടെയൊക്കെ നമ്മൾ സംസാരിക്കുന്നവരെയാണല്ലോ ഓർമ്മ വരുന്നത്. അതാണ് കേട്ടോ. എന്റെ അടുത്ത ഫ്രണ്ട്സ് വേറെ ഉണ്ട്. അനീഷൻ സൈലസ്, കട്ടറ ക്രിസ്ത്യൻ കോളേജിലെ ഇപ്പൊ അച്ഛനാണ് അനീഷൻ സൈലസ്. പിന്നെ ദൈവമേ മറക്കല്ലേ, അടുത്ത കൂട്ടുകാരി, അതായത് എല്ലാരും കൂട്ടുകാരാണ്. എന്നാൽ എന്നോട് ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ വേണ്ടി പറയുമ്പോൾ പറ്റുന്ന കൂട്ടുകാരെ കുറിച്ചാണ്. ദൈവമേ ഇനി ആരാ, എനിക്ക് പറ്റുന്നില്ല ഓർത്തെടുക്കാൻ. ക്രിസ്ത്യൻ കോളേജിലെ ലിവിൻദാസ്, അനീഷ്, സുമേഷ്. ബോയ്സില് അപ്പൊ നിങ്ങൾ ചോദിക്കും ഗേൾ ഫ്രണ്ട്സിന് ഓർമ്മയുണ്ടോ? എനിക്ക് ഗേൾ ഫ്രണ്ട്സിന്റെ പേര് എല്ലാവരും ഓർമ്മയൊന്നുമില്ല. കരച്ചാല് 80 കൂട്ടുകാരുണ്ടായിരുന്നു കാട്ടറ ക്രിസ്ത്യൻ കോളേജ്, 83 പേര്. ഞാൻ SCM പങ്കെടുക്കാൻ വേണ്ടിയാണ് പോകുന്നത്. SCM എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് ക്രിസ്ത്യൻ മൂവ്മെന്റ്. അത് കഴിഞ്ഞാൽ പിന്നെ എന്നെ അവിടെ കാണത്തില്ല. ഞാൻ പ്രോഗ്രാമായിട്ടൊക്കെ അങ്ങനെ പോകും. അപ്പോ എനിക്കാണെങ്കിൽ 83 കൂട്ടുകാരെയും പരിചയപ്പെടാനായിട്ട് നന്നായിട്ട് പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എനിക്ക്. പിന്നെ സുബിൻസൺ, ചെമ്പൂരുള്ള സുബിൻസൺ എന്നൊരു കൂട്ടുകാരൻ എനിക്കുണ്ട്. പിന്നെ അങ്ങനെ ഇവരൊക്കെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെ എന്നെ അറിയുന്നവരാണ്. ഞാൻ എന്താണെന്നും എന്നെ അറിയുന്നവരൊക്കെ ആയിട്ടുള്ള ഫ്രണ്ട്സാണ്. എനിക്ക് മറ്റു ഫ്രണ്ട്സുകളുണ്ട്, അവര് സാധാരണ ഒരു തലത്തിൽ നിൽക്കുന്നവരാണ്, ഫ്രണ്ട്സാണ്, നല്ല ബെസ്റ്റ് ആണ്. പക്ഷെ അവര് നമ്മൾ അകലങ്ങൾ പാലിച്ചു പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു വിഷയമുള്ളൂ. എല്ലാവരും ഫ്രണ്ട്സാണ്. ഇതൊക്കെയാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. പിന്നെ ഒത്തിരി മേഖലകളിൽ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള കൂട്ടുകാരനകത്തുണ്ട്. കളിയാക്കിയവരുണ്ട്, സഹായിച്ചവരുണ്ട്, ചേർന്നിപ്പം നിൽക്കുന്നവരുണ്ട്, വീഴ്ചകളിൽ എന്നെ ഉപദേശിക്കുന്നവരുണ്ട്. ഇപ്പോൾ തന്നെ എല്ലാ മേഖലകളിലും ഉപദേശിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും നന്ദി കേട്ടോ. അതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഇനി ആരോഗ്യം വിട്ടുപോയിട്ടുണ്ട് കേട്ടോ, ക്ഷമിക്കണം. ഇത് കാണുമ്പോഴേ നിങ്ങളെ വിട്ടുപോയതല്ല, ആക്ച്വലി നിങ്ങളും എന്റെ കൂട്ടുകാരാണ്. പക്ഷെ എനിക്ക് പെട്ടെന്ന് മെമ്മറിയിലേക്ക്, എന്റെ മെമ്മറി ഇടുങ്ങിയ മെമ്മറിയാണ് കേട്ടോ, പെട്ടെന്ന് മറന്നു പോകുന്ന സെറ്റപ്പാണ്. അപ്പൊ അതാണ് വിഷയം.
ഇപ്പൊ അടുത്തിടെ ഈ സംസാരിക്കുന്നത് കൊണ്ടൊക്കെ കുറച്ച് നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് മെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ റയർ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എനിക്ക് പറയാനായിട്ട് റയർ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ അയ്യോ സോറി, ഇതിനകത്ത് എനിക്ക് വേറൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ഷാൻ ജോസ്, നമ്മുടെ ഷാൻ കുമാർ മടത്തിക്കോണം, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണേ. പിന്നെ എല്ലാവരും ഫ്രണ്ട്സ് ആണ് അല്ലേ. കാട്ട ക്രിസ്ത്യങ്ങളിൽ എനിക്ക് കൂടെ ഉള്ള ഒത്തിരി പേരുണ്ട്, എല്ലാം ഫ്രണ്ട്സ് ആണ്, എല്ലാം ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. പിന്നെ അടുത്ത് ഇടപഴകുന്ന ഫ്രണ്ട്സിനെ കുറിച്ച് പെട്ടെന്ന് ഇപ്പൊ പറഞ്ഞത് കേട്ടോ, ബാക്കി എല്ലാവരും എന്റെ ഫ്രണ്ട്സ് ആണ്. ശരി, ഇതൊക്കെയാണ് എന്റെ ഫ്രണ്ട്ഷിപ്പ് കുറിച്ച് പറയാനുള്ളത്.